ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. നവംബർ 11-ാം തീയതിയിലെ ട്രേഡിംഗ് സെഷനിൽ സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് 4.3% റാലി അല്ലെങ്കിൽ പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചു. ഇവിടെ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് 140 പോയിന്റോളം ഇടിഞ്ഞപ്പോഴാണ് സൊമാറ്റോയിൽ 4% റാലി കാണാൻ സാധിച്ചത്. ഇന്നലെ പുറത്തു വന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ ലോസ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. 360 കോടിയിൽ നിന്നും ഈ കമ്പനിയുടെ നഷ്ടം 434 കോടിയായി വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം കമ്പനിയുടെ വരുമാനം കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ ഉയർന്നിട്ടുണ്ട്. 844 കോടിയിൽ നിന്നും ഈ കമ്പനിയുടെ വരുമാനം 1024 കോടിയായി മാറുകയാണ് ചെയ്തത്. വരുമാനം 21% വർദ്ധിച്ചപ്പോഴാണ് ഈ കമ്പനിയുടെ ലോസ് അല്ലെങ്കിൽ നഷ്ടം വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ പിന്നിലെ കാരണം നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഉണ്ടായിരിക്കുന്ന വർധനവാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കഴിഞ്ഞ ക്വാർട്ടറിൽ 1259 കോടിയായിരുന്നു. അതിപ്പോൾ 27% വർദ്ധിച്ച് 1601 കോടിയായി മാറിയിട്ടുണ്ട്. അതായത് സൊമാറ്റോ എന്ന കമ്പനിയുടെ ഡെലിവറി ബിസിനസ്സിലാണ് ഏറ്റവും അധികം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വർദ്ധിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇതിനുള്ള കാരണമായി കമ്പനി മാനേജ്മെൻറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് വെതറിൽ ഉണ്ടായിരിക്കുന്ന അൺപ്രഡിക്റ്റബിലിറ്റിയും അതുപോലെ തന്നെ ഡെലിവറി കോസ്റ്റ് വർദ്ധിക്കാൻ കാരണമായ ഫ്യൂവൽ പ്രൈസിലുണ്ടായിരിക്കുന്ന വർധനവുമാണ്. ഇത് കൂടാതെ ഈ കമ്പനിയുടെ ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ്, ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷൻ തുടങ്ങിയ എല്ലാ സെക്ടറുകളിലും എക്സ്പെൻസ് വർദ്ധിച്ചതിൻ്റെ ഫലമായി ഈ കമ്പനി നഷ്ടത്തിലേക്ക് എത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ സ്റ്റോക്കിൽ ഒരു നഷ്ടമാണ് കാണാൻ സാധിക്കുന്നത് എങ്കിലും അനലിസ്റ്റുകളും ബ്രോക്കേജിംഗ് ഏജൻസികളും സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ വളരെയധികം ബുള്ളിഷ് ആണെന്ന് കാണാൻ സാധിക്കും. ഒട്ടുമിക്ക അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ടാർഗറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഉയർന്ന ടാർഗറ്റാണ് കാണാൻ സാധിക്കുക. കൂടാതെ ഇത്രയും മോശമായ ഒരു ക്വാർട്ടർലി റിസൾട്ട് വന്നിട്ട് കൂടിയും ഇന്നത്തെ ദിവസവും ഈ സ്റ്റോക്കിൽ 5%-ലധികം പ്രൈസ് ഹൈക്ക് അല്ലെങ്കിൽ റാലിയും കാണാൻ സാധിച്ചു. ഇതിൻ്റെ പിന്നിലെ കാരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ്, ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTST ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ്, യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഒരു മോശം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടിട്ട് കൂടിയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ ഒരു റാലിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഈ റാലിക്ക് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ വളരെ അഗ്രസീവായിട്ടുള്ള ഫ്യൂച്ചർ ബിസിനസ് പ്ലാനുകളാണ്. അതായത് ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ കമ്പനി അതിൻ്റെ ലോങ് ടൈം ബിസിനസ് സ്ട്രാറ്റജി കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ലോങ് ടൈം ബിസിനസ് സ്ട്രാറ്റജി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 3 സെക്ഷനുകളിലായിരിക്കും ഇനി കമ്പനിയുടെ ബിസിനസ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുക. ഒന്നാമത്തെ സെക്ഷൻ ബ്രൂറ്റൽ പ്രയോറിറ്റൈസേഷനാണ്. അതായത് ഈ കമ്പനി അതിൻ്റെ കോർ ബിസിനസ്സായ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഒഴിച്ച് ലാഭകരമല്ലാത്ത എല്ലാ ബിസിനസ്സും ഷട്ട് ഡൗൺ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് കമ്പനി അതിൻ്റെ കോർ ബിസിനസ്സായ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. മൂന്നാമത്തേത് കമ്പനി കൊമേഴ്സ് ഇക്കോസിസ്റ്റം ഹൈപ്പർ ലോക്കൽ മാർക്കറ്റ് ബിൽഡപ്പ് ചെയ്യും. ഇതിൽ ഒന്നാമത്തെ ബ്രൂറ്റൽ പ്രയോറിറ്റൈസേഷൻ ഇന്നത്തെ ദിവസം മുതൽ തന്നെ ഇംപ്ലിമെൻ്റ് ആയെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതായത് 2021 ജനുവരി മാസത്തിൽ സൊമാറ്റോ എന്ന കമ്പനി അക്വയർ ചെയ്ത ഫിറ്റ്സോ എന്ന കമ്പനിയെ വിൽക്കുകയാണ്. ഫിറ്റ്സോ എന്ന കമ്പനിയെ $50 മില്യൺ ക്യൂർ ഫിറ്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനിക്ക് വിൽക്കുന്നത്. ക്യൂർ ഫിറ്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനിക്ക് ഫിറ്റ്സോ എന്ന കമ്പനിയെ വിൽക്കുമ്പോൾ ലഭിക്കുന്ന $50 മില്യൺ കമ്പനി വാങ്ങുകയല്ല ചെയ്യുന്നത്. പകരം ഈ പൈസ ക്യൂർ ഫിറ്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുവഴി ക്യൂർ ഫിറ്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയുടെ 6.14% സ്റ്റേക്കുകളാണ് സൊമാറ്റോ എന്ന കമ്പനി അക്വയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ കമ്പനി UAE-യിലുള്ള ബിസിനസ് കഴിഞ്ഞ വർഷം നിർത്തിയിരുന്നു. കൂടാതെ ഇപ്പോൾ ലാഭകരമല്ലാത്ത ലെബനൻ എന്ന വിദേശ രാജ്യത്തുള്ള ബിസിനസ് കൂടി കമ്പനി ഷട്ട് ഡൗൺ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് കമ്പനി ഇനി മുതൽ പ്രോഫിറ്റബിൾ ബിസിനസ്സിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. കമ്പനിയുടെ ലോങ് ടൈം ബിസിനസ് സ്ട്രാറ്റജിയിൽ കാണാൻ സാധിച്ച രണ്ടാമത്തെ പോയിന്റ് കമ്പനി അതിൻ്റെ കോർ ബിസിനസ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്നുള്ളതാണ്. സൊമാറ്റോയുടെ കോർ ബിസിനസ്സായ ഹൈപ്പർ പ്യുവർ എന്ന കോർ ബിസിനസ്സിൽ കമ്പനി $50 മില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും വരുന്ന 2 മുതൽ 3 വർഷത്തിനുള്ളിൽ നടത്തുക. അതോടൊപ്പം തന്നെ ഫുഡ് ഓർഡറിംഗ് ആൻഡ് ഫുഡ് ഡെലിവറി സെക്ടറിലേക്കും
കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അതായത് ഇന്ത്യയുടെ ഫുഡ് ഡെലിവറി മാർക്കറ്റ് നേസൻ സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് വളരെ വലിയ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെയുള്ളത്. ഈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുടെ അഡ്വാൻറ്റേജ് നേടുന്നതിനും വേണ്ടിയും കമ്പനി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫുഡ് ഡെലിവറി സെക്ടറിലേക്ക് നടത്തും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഫാക്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഡൈനിങ് സെഗ്മെൻറ്റിൽ വളരെ വലിയ വളർച്ചാ സാധ്യത ഇപ്പോൾ കാണുന്നില്ല. അതായത് പ്രീ കോവിഡ് ലെവലിൽ നിന്നും ഈ സെക്ടറിൽ വളരെ വലിയ മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് ഡൈനിങ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല. പകരം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫുഡ് ഡെലിവറി സെക്ടറിലായിരിക്കും നടത്തുക. കൂടാതെ കമ്പനിയുടെ ഗ്രോസ് ഓർഡർ വാല്യൂ $72 മില്യൺ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ ഗ്രോസ് ഓർഡർ വാല്യൂ ഇരട്ടിയായിട്ട് വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിലെ കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത് ട്രാൻസാക്ഷൻ യൂസേഴ്സും അതുപോലെ തന്നെ ആക്റ്റീവ് ഫുഡ് ഡെലിവറി റെസ്റ്റോറൻറ്റ്സിലും ഉണ്ടായ വർധനവ് തന്നെയാണ്. ഇതും കമ്പനിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ ഇന്ന് നമ്മൾക്ക് മികച്ച റാലി കാണാൻ സാധിച്ചത്. ഇനി നമ്മൾക്ക് വിവിധ ബ്രോക്കേജ് ഹൗസുകളും റേറ്റിംഗ് ഏജൻസിയും സൊമാറ്റോയ്ക്ക് നൽകിയ ടാർഗറ്റും റേറ്റിംഗും പരിചയപ്പെടാം. ICICI സെക്യൂരിറ്റീസ് സൊമാറ്റോയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 220 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. അതായത് 140 രൂപ കറണ്ട് പ്രൈസിലുള്ള ഈ സ്റ്റോക്കിന് 60% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ICICI സെക്യൂരിറ്റീസ് കാണുന്നത്. ഗോൾഡ്മാൻ സാൻസ് 185 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. മാക്രുയുടെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 183 രൂപ. അതുപോലെ തന്നെ ജെഫ്രീസ് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 170 രൂപ. ബ്രോക്കേജ് ഫിമായ മോർഗൻ സ്റ്റാൻലി ഈ സ്റ്റോക്കിനെ ഈക്വൽ വെയ്റ്റിൽ നിന്നും ഓവർ വെയ്റ്റ് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടാർഗറ്റ് 185 രൂപയുടെ ടാർഗറ്റാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഈ കമ്പനിയിൽ കാണുന്ന ലോസ് കണക്കാക്കേണ്ട, പകരം 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഈ കമ്പനിയുടെ റവന്യൂവിൽ വളരെ വലിയ വർധനവാണ് ഒട്ടുമിക്ക ബ്രോക്കേജിംഗ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ICICI സെക്യൂരിറ്റീസിൻ്റെ വിശദമായ റാഷണലൈസേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് മുകളിൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ICICI സെക്യൂരിറ്റീസ് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ കമ്പനിക്കുള്ള $266 മില്യൺ റവന്യൂവിൽ നിന്നും 2025 $10 ബില്യൺ റവന്യൂവിലേക്ക് വളരാനുള്ള ഒരു ബിസിനസ് പ്ലാനും പൊട്ടൻഷ്യലും ICICI സെക്യൂരിറ്റീസ് കാണുന്നുണ്ട്. കൂടാതെ ഈ കമ്പനി ഹൈപ്പർ കൊമേഴ്സ് ഇക്കോസിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നതും കമ്പനിയുടെ ഫ്യൂച്ചറിന് വളരെ നല്ലതാണ് എന്നാണ് ICICI സെക്യൂരിറ്റീസിൻ്റെ ബ്രോക്കേജ് റാഷണൽസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾക്ക് സൊമാറ്റോ എന്ന സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ലെഗ് ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതായത് ഈ സ്റ്റോക്ക് ഏകദേശം 142 രൂപ എന്ന പ്രൈസിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം സ്റ്റോക്കിൽ ഒരു വോളറ്റിലിറ്റി ഉണ്ടാവുകയും സ്റ്റോക്ക് ക്ലോസിംഗ് ബേസിൽ 142 രൂപ എന്ന ലെവലിൽ തന്നെ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. സ്റ്റോക്ക് 23 ജൂലൈ 2021 മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 115 രൂപ 116 രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു സ്റ്റോക്ക് ലിസ്റ്റഡ് ആയത്. അതിനുശേഷം നമ്മൾക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സ്റ്റോക്കിൽ 145 രൂപ എന്ന ലെവലിലേക്കുള്ളൊരു റാലി കാണാൻ സാധിച്ചു. റാലിക്ക് ശേഷം ഓഗസ്റ്റ് മാസത്തിൽ, അതായത് ഓഗസ്റ്റ് എൻഡോടുകൂടി ഈ സ്റ്റോക്ക് 120 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു റാലി കാണാൻ സാധിച്ചു. റാലി വന്നപ്പോൾ ഈ സ്റ്റോക്ക് 150 രൂപ എന്ന റേഞ്ചിലേക്കാണ് എത്തിയത്. അതിനുശേഷം നവംബർ മാസത്തിൽ ഈ സ്റ്റോക്ക് വീണ്ടും 124 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തു. ഇവിടെ 125 രൂപ എന്ന പ്രൈസ് റേഞ്ച് സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ സപ്പോർട്ടായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വിവിധ ബ്രോക്കേജിംഗ് ഏജൻസികളുടെയും അതുപോലെ തന്നെ കമ്പനിയുടെ ലോങ് ടൈം ബിസിനസ് സ്ട്രാറ്റജിയുടെയും പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ 125 രൂപ എന്ന ബൈയിങ് റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 125 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിന് അടുത്ത് സ്റ്റോക്ക് വരികയാണെങ്കിൽ അന്നേരം ഒന്നുകിൽ ഈ സ്റ്റോക്കിൽ ആവറേജ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ 125 രൂപ എന്ന റേഞ്ച് സ്റ്റോപ്പ് ലോസ് ആയി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ബ്രോക്കേജിംഗ് ടാർഗറ്റായ 150, 170 ലെവലുകളെല്ലാം ഈ സ്റ്റോക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്